ഹായ് ലവിങ് ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ് ഓൾ. ഇന്ന് ചൈനയിലെ ബീജിങ്ങിലുള്ള പാണ്ട സൂയിലാണ്. പാണ്ട എന്ന് പറയുന്നത് ആകെ കൂടെ ലോകത്തിൽ 1000 എണ്ണമേ ഉള്ളൂ എന്നാണ് പറയപ്പെടുന്നത്. അത് ചൈനയിലാണ്. ഇപ്പൊ എണ്ണം കൂടി കാണും. ചൈനയിൽ മാത്രമേ പാണ്ട ഉള്ളൂ എന്നാണ് പറയുന്നത്. അതിന് ഞാൻ ഒത്തിരി ടോയ്സ് ഉണ്ടാക്കുന്നുണ്ട്. ഇതൊരെണ്ണം കരടിയാണ് കേട്ടോ. വളരെ ലേസി ആയിട്ടുള്ള ആനിമലാണ്. അതുകൊണ്ട് തന്നെ ആയിരിക്കുമല്ലോ അതിന്റെ എണ്ണം ഇത്രയധികം കുറഞ്ഞിരിക്കുന്നത്. അവിടെ വളർത്തുന്ന ബാമ്പു ആണ് അതിന്റെ പ്രധാന ഫുഡ്. നമ്മൾ കാണുമ്പോൾ അത് കിടക്കുകയായിരുന്നു. വളരെ പതുക്കെ എണീറ്റ് വളരെ പതുക്കെ നടന്ന് ഫുഡ് കൊടുക്കുന്ന ആളുടെ അടുക്ക ചെന്നൊരു ക്യാരറ്റ് വാങ്ങി തിന്നുന്നു. ക്യാരറ്റ് മാത്രമല്ല വേറെയും ചിലതൊക്കെ കഴിക്കുന്നുണ്ട്. നമ്മുടെ കുട്ടി തേവാങ്കിനെ പോലെ വളരെ ലേസി ആയിട്ടുള്ള ഒരു ആനിമലാണിത്. ക്യാരറ്റ് മാത്രമല്ല വേറെ എന്തൊക്കെയോ ഭക്ഷണം കൊടുത്തു അത് കൈകൊണ്ട് പിടിച്ച് മനുഷ്യർ തിന്നുന്ന പോലെ തന്നെ തിന്നുന്നുണ്ട്. ഈ ഒരെണ്ണം കൂടാതെ വേറൊന്നുകൂടി അപ്പുറത്തൊരു ഗുഹയിൽ ഉണ്ടായിരുന്നു. പക്ഷേ അത് ഇറങ്ങി വരാൻ കൂട്ടാക്കിയില്ല. 2 കണ്ണ് മാത്രമേ കണ്ടുള്ളൂ. അതുകൊണ്ട് ഫോട്ടോ എടുക്കാൻ ഒത്തില്ല. ചൈനയിൽ പാണ്ട ടോയ്സ് ഉണ്ട്. പാണ്ടായെ പോലെ തന്നെ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ടോയ്സ്. പാണ്ടയുടെ ചിത്രങ്ങളുള്ള ബാഗുണ്ട്. അവരുടെ നാഷണൽ അനിമലാണിത്. ഓൺ ദി വേർജ് ഓഫ് എക്സ്റ്റിങ്ഷൻ എന്ന് തോന്നുന്ന ആനിമൽസിനെ നാഷണൽ അനിമൽ ആക്കാറുണ്ടല്ലോ. കണ്ടാൽ ഒരു ടോയ് ആണെന്നല്ലേ തോന്നുള്ളൂ. ഇത് നമ്മുടെ ജോവിയൽ ടൂർ മാനേജർ മുബഷിർ. ടൂർ പ്രോസസ്സിന്റെ കാറ്റലിസ്റ്റ് ഓർ വിറ്റമിൻ. അങ്ങേയറ്റം കോപ്പറേറ്റീവ്. ഇത് മറ്റൊരു സ്ഥലമാണ്, മറ്റൊരു മ്യൂസിയം എന്ന് വേണമെങ്കിൽ പറയാം. അവിടുന്ന് വേണമെങ്കിൽ സാധനങ്ങൾ വാങ്ങിക്കുകയും ചെയ്യാം. ജേഡ് റോക്ക് കൊണ്ടുള്ള ഒത്തിരി കലാരൂപങ്ങളോ പാത്രങ്ങളോ അങ്ങനെയൊക്കെ ഉള്ളതെല്ലാം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. നല്ല നല്ല കലാരൂപങ്ങളാണ്. അതിന് നല്ല വിലയുമാണ്. നല്ലപോലെ പോളിഷ് ചെയ്ത് ഒക്കെ വെച്ചിരിക്കുന്നു. കാണാൻ നല്ല ഭംഗിയാണ്. വലുതും ചെറുതുമായ ഒത്തിരി കലാരൂപങ്ങളുണ്ട്. അതെടുത്താൽ നല്ല കനവുമാണ്. പാറയാണല്ലോ, നമ്മുടെ നാട്ടിലെ പോലെയുള്ള കരിമ്പാറയല്ല, വേറൊരിനം പാറ. നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാകും. ഫ്ലവർ വേസുകൾ, അതുപോലെ കാഴ്ചയ്ക്കുള്ള ഒത്തിരി സാധനങ്ങൾ, പ്രതിമകൾ എന്നിവയെല്ലാം ഉണ്ടാക്കിയിട്ടുണ്ട്. നമ്മുടെ പുരാണം പോലെ അവർക്കും ഒത്തിരി പുരാണങ്ങളുണ്ട്. ചൈനീസ് പീപ്പിൾ ഒത്തിരി സൂപ്പർസ്റ്റിഷ്യസ് ആണ്. അതിനനുസരിച്ച് അവരുടെ പുരാണത്തിലുള്ള വ്യാളി പോലത്തത് അങ്ങനെയുള്ള ഒത്തിരി സാങ്കല്പികമായിട്ടുള്ള ഒത്തിരി പ്രതിമകൾ ഇതിനകത്തുണ്ട്, പുരാണവുമായി ബന്ധപ്പെട്ടത്. ഉടൽ ഒരു ജീവിയുടേതാണെങ്കിൽ തല മറ്റൊരു ജീവിയുടേതായിരിക്കും. അങ്ങനത്തെ ഉള്ള സങ്കല്പങ്ങളൊക്കെ നമുക്കും ഉണ്ടല്ലോ. അതുപോലൊക്കെയുള്ള പ്രതിമകൾ ഇവിടെയുണ്ട്. നമ്മുടെ ചൈനീസ് ഗൈഡ് തന്നെയാണ് നമ്മളോട് പറഞ്ഞത് ചൈനീസ് പീപ്പിൾ ഒത്തിരി സൂപ്പർസ്റ്റിഷ്യസ് ആണെന്നും അവർക്ക് ഒത്തിരി അന്ധവിശ്വാസങ്ങളുണ്ടെന്നും ഇതൊക്കെ സത്യമല്ല എന്നറിയാമെങ്കിലും അവരതിൽ വിശ്വസിച്ച് പോകുന്നുണ്ടെന്നും. അതായത് കൂടുതൽ ചിന്തിച്ചാൽ സാധ്യമല്ലാത്ത കാര്യങ്ങൾ, പോസിബിൾ അല്ലാത്ത കാര്യങ്ങളൊക്കെയും അതിലുണ്ട്. അതൊക്കെ അവരങ്ങ് വിശ്വസിച്ച് പോകുന്നു. ഓക്ക് ട്രീയുടെ ഇല ബുഷ് ഓറഞ്ചിൻ്റെ മുകളിൽ വെച്ചിരിക്കുന്നതാണിത്. ഓക്കും മാപ്പിൾ ട്രീയും എല്ലാം ഒരുപോലെ ഇരിക്കുന്നു. പാണ്ടായുടെ സൂവിൻ്റെ അടുത്തുണ്ടായിരുന്നതാണ്. ഗൈഡ് പറഞ്ഞു തന്നു ഇത് ഓക്ക് ട്രീയുടെ ഇലയാണെന്ന്. ഇവിടെ പലയിടത്തും ബുഷ് ഓറഞ്ച് അലങ്കാരമായി ഉപയോഗിക്കാറുണ്ട്. വേലി പോലെ നല്ലവണ്ണം വെട്ടി നിർത്തി ലോഡ്ജിൻ്റെ സൈഡിലും റോഡ് സൈഡിലും ഒക്കെ കാണാറുണ്ട്. ഇനി ധാരാളം വീഡിയോസ് ഇടാനുണ്ട്. അതുവരേക്കും ബായ്. ഒന്ന് ലൈക്ക് ചെയ്യുന്നതിന് വിരോധമില്ലല്ലോ, സബ്സ്ക്രൈബിനും.